നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. എക്സ് ഗൾഫാർ സൗഹൃദ കൂട്ടായ്മയുടെ 4ാമത് കുടുംബസംഗമം പയ്യന്നൂരിൽ സംഘടിപ്പിച്ചു. കൂട്ടായ്മയിലെ വനിതകൾ ചേർന്ന് കേക്ക് മുറിച്ച് കൂട്ടായ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് സന്തോഷ് മാടക്കായ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സന്തോഷ് വൈദ്യർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നന്ദകുമാർ കൂനത്ത്, സുരേഷ് ആലപ്പാട്, സുരേഷ് കൊല്ലം, എം വി രാജൻ, അബു അമീർ ഗുരുവായൂർ, ഹരീഷ് ഐനിക്കൽ, വേണുഗോപാൽ കോഴിക്കോട്, സുരേന്ദ്രൻ മണ്ണുത്തി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഇതിനേക്കാളും ഹൈ ലെവലിൽ പോകണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പിന്നെ നമ്മളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതോടുകൂടിയിട്ട് നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം നമ്മളൊരു സന്നദ്ധ സംഘടനകൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാനുള്ള എല്ലാ പരിപാടികളും ഇവിടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ വർഷം നമ്മൾക്ക് സാധിച്ചില്ല, കാരണം നമ്മുടെ സെക്രട്ടറിയുടെ വേർപാടും അതിൻ്റെതായ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലും സാധിച്ചില്ല. എന്തായാലും അടുത്ത വർഷം നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാൻ കൊതിക്കാറുണ്ടെന്നും. തളിക്കുളം പഞ്ചായത്തിലെ 4-5 വാർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രവാസികളുടെ വാട്സപ്പ് കൂട്ടായ്മയായ പുന്നച്ചോട് പ്രവാസി കൂട്ടായ്മ കുടുംബസംഗമം നടന്നു. കുടുംബസംഗമം ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ശ്രീരേഖ MD ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ റഷീദ് CM അധ്യക്ഷനായി. സെക്രട്ടറി PK ബഷീർ, വൈസ് ചെയർമാൻ PB അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഗ്ലൂക്കോമീറ്റർ വിതരണം, ലഘുലേഖ പ്രകാശനം, ആരോഗ്യ ക്ലാസ് എന്നിവ നടന്നു. തൃപ്രയാർ ദേശവിളക്ക് ഭക്തി നിർഭരമായി. വൈകിട്ട് പാണ്ടൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. താലം, നാഗസ്വരം, ഉടുക്കുപാട്ട്, അലങ്കരിച്ച അയ്യപ്പരഥം എന്നിവയുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പ് വിളക്ക് പന്തലിൽ സമാപിച്ചു. മുരളി വല്ലച്ചിറ ശാസ്താംപാട്ടിന് നേതൃത്വം നൽകി. പുലർച്ചെ പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, ആഴിപൂജ, വെട്ടും തടയും ആഴിപൂജ എന്നിവയും നടന്നു. ഉച്ചയ്ക്കും രാത്രിയിലും നടന്ന പ്രസാദ ഊട്ടിലും നിരവധി ഭക്തർ പങ്കെടുത്തു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ തിരുനാൾ വർണ്ണാഭമായി. തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെയും വൈകിട്ടുമായി വിശുദ്ധ കുർബാന നടന്നു. രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനായി. വൈകിട്ട് 4:30 കുർബാനയ്ക്ക് ഫാദർ പോൾ മാളിയമാവ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. പള്ളി വികാരി ഫാദർ ജോസ് ചാലക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത്, കൈക്കാരന്മാരായ വിൻസെന്റ് പള്ളിക്കുന്നത്ത്, ആന്റണി വടക്കേത്തല, TL ജോസഫ്, സാബു മാളിയേക്കൽ, ജനറൽ കൺവീനർ ജെയ്സൺ പോൾ തേക്കാനത്ത്, ജോയിന്റ് കൺവീനർ സണ്ണി വടക്കേത്തല, വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കാഞ്ഞാണി സെന്റ് തോമസ് പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആദ്യ ദിവസമായ ശനിയാഴ്ച യൂണിറ്റുകളിലെ അമ്പു സമൂഹം വാദ്യമേള അകമ്പടിയോടെ രാത്രി പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നു. ഞായറാഴ്ച രാവിലെ 10 തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ വിൻസെന്റ് പിടിയത്ത് മുഖ്യ കാർമ്മികനായി. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ചാലക്കുടി ബ്ലൂ മാക്സ് അവതരിപ്പിക്കുന്ന മെഗാ ഷോ ഉണ്ടായിരിക്കും. തിരുനാളിന്റെ 8ാം മടത്തിൽ ഇടവകയിലെ 150 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ചരിത്ര നാടകം ദിദിമോസ് അരങ്ങേറും. വികാരി ഫാദർ റാഫി തട്ടിൽ, ട്രസ്റ്റിമാരായ തോമസ് KA, ഫ്രാൻസിസ് EC, ഫ്രാൻസിസ് CV, ജനറൽ കൺവീനർ ആബിഡ് ബിജു എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രത്തിൽ പ്രതിവാര സംഗീത നൃത്ത പരിപാടികൾ നടന്നു. ഞായറാഴ്ച രാവിലെ ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ തൃശൂർ ഓംകാർ ഭജൻ മണ്ഡലിയുടെ ഭജൻസ് അരങ്ങേറി. കോലഴി ഗോപാലകൃഷ്ണൻ, അരുൺ, സരീഷ് ധരൻ, ശ്യാംകുമാർ എന്നിവർ ഭജന ആലപിച്ചു. നിഷാൻ കണ്ണാമ്പ്ര ഹാർമോണിയവും വിഷ്ണു ഢോൽക്കിയും രാമോഹൻ മൃദംഗവും ഭജൻസിന് പക്കമേളമൊരുക്കി. ജാതിമതഭേദമന്യേ എല്ലാ കലാകാരന്മാർക്കും ദക്ഷിണാമൂർത്തി മണ്ഡപവേദിയിൽ എല്ലാ ഞായറാഴ്ചകളിലും സൗജന്യമായി പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരമുണ്ടായിരിക്കുമെന്ന് ദേവസ്ഥാനം PRO ഹരിദാസ് അറിയിച്ചു. വലപ്പാട് മണപ്പുറം റിതി ജ്വല്ലറിയിൽ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. റിതി ജ്വല്ലറിയുടെ ആനിവേഴ്സറിയുടെ ഭാഗമായി നടത്തിയ ലക്കി ഡ്രോയിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത്.
ഷോപ്പ് മാനേജർ മനോജ്, അസിസ്റ്റന്റ് ഹെഡ് അജിത് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഒന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ, രണ്ടാം സമ്മാനം ഗ്യാസ് സ്റ്റൗ, മൂന്നാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ എന്നിവയാണ് വിതരണം ചെയ്തത്. ഇതോടുകൂടി ഗ്രാമി ഉച്ച വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.